മാന്യ സദസ്സിന് വന്ദനം. മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യം സുഖമാണ്. ഇന്നുള്ളതിൽ കൂടുതൽ സുഖമുണ്ടാകുവാൻ വേണ്ടിയാണ് നാം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആഗ്രഹിച്ച ഇഷ്ടവസ്തു ലഭിച്ചാൽ സന്തോഷവും തൽഫലമായി ശാന്തിയും, ആഗ്രഹം സാധിച്ചില്ലെങ്കിലോ അശാന്തിയും ദുഃഖവും. മനുഷ്യന്റെ ഈ ഒരു സ്വഭാവത്തെ അടിസ്ഥാനമാക്കി യുവതലമുറയുടെ പ്രശ്നങ്ങളെ അപഗ്രഥിക്കാവുന്നതാണ്. യുവതലമുറ ഇന്ന് അസ്വസ്ഥമാണ്, അഥവാ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ സംതൃപ്തരാകുവാൻ അവർക്ക് കഴിയുന്നില്ല. പണ്ടൊക്കെ യുവാക്കളും കുട്ടികളും ഇന്നത്തേതിനേക്കാൾ ഏറെ സന്തുഷ്ടരായിരുന്നു എന്നാണ് അച്ഛനമ്മമാർ പറഞ്ഞു തന്നിട്ടുള്ള അനുഭവ കഥകളിൽ നിന്നും മനസ്സിലാകുന്നത്. വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ പോലും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹവും ലാളനയും അവർക്ക് ലഭിച്ചിരുന്നു. അവരുടെ ആഗ്രഹങ്ങൾ പരിമിതമായിരുന്നു. അവ നിറവേറ്റാൻ ദരിദ്രരായ മാതാപിതാക്കന്മാർക്ക് പോലും കഴിയുമായിരുന്നു. ആർക്കും പ്രശ്നങ്ങളില്ലായിരുന്നു. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ മനുഷ്യന്റെ സുഖ സൗകര്യങ്ങൾ പെട്ടെന്ന് വർദ്ധിച്ചു. ജീവിത വിജയത്തിന്റെ മാനദണ്ഡം ആർജിച്ച സമ്പത്തിന്റെ അളവായി തീർന്നു. അങ്ങനെ പാവം അമ്മയും ജോലിക്ക് പോകാൻ നിർബന്ധിതയായി. അതുകൊണ്ടുമായില്ല, ചിലവ് ചുരുക്കലിനായി അണുകുടുംബങ്ങൾ സാർവത്രികമായി. ഓരോ വീട്ടിലും ഒന്നോ രണ്ടോ കുട്ടികൾ. അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം മുറികൾ. ഒന്നിച്ചിരുന്ന് പഠിക്കാനും സഹോദര സ്നേഹം വളർത്താനുമുള്ള സാഹചര്യം കുറയ്ക്കാൻ മാത്രമേ പ്രത്യേക മുറികൾ ഉപകരിക്കൂ. പ്രധാന വിനോദം കമ്പ്യൂട്ടറിലുള്ള വിളയാട്ടം, മൊബൈൽ ഫോൺ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, വീഡിയോ ഗെയിമുകൾ ഇവയൊക്കെ തന്നെ. അയൽപക്കത്തെ കുട്ടികളുമായി കൂട്ടില്ല, അവരെ അറിയുക തന്നെയില്ല. സഹപാഠികളുമായി പോലും സ്നേഹം പുലർത്താറില്ല. വെറും അസൂയ കലുഷിതമായ ബന്ധം മാത്രം. ആകെയുള്ള കൂട്ടുകാർ ജാക്കി ചാനും ഛോട്ടാ ഭീമും പോലെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ മാത്രം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് യഥാർത്ഥ കൂട്ടുകാരില്ല. പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനുമുള്ള സാഹചര്യങ്ങളില്ല. വീട്ടിൽ അതിഥികൾ വന്നാൽ അവർ വന്നതറിഞ്ഞതായി ഭാവിക്കാതെ കമ്പ്യൂട്ടറിന് മുന്നിൽ കൂനിക്കൂടിയിരിക്കും. അതുമല്ലെങ്കിൽ പഠിക്കുകയാണെന്ന് ഭാവിച്ച് പുസ്തകവും തുറന്നു വെച്ചിരിക്കും. മകനെവിടെ, മകളെവിടെ എന്ന് അതിഥി ചോദിച്ചാൽ അച്ഛനമ്മമാർ പറയും, ഓ അവൻ +2 അവൾ 10th. എന്താ പഠനഭാരം, ഒരു നിമിഷം പോലും വെറുതെ കളയാനില്ല. അതുകൊണ്ട് പഠിത്തം വിട്ട് മറ്റൊന്നും വേണ്ടെന്ന് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയി പറഞ്ഞിരിക്കുകയാണ്. എന്താ പോരെ, അവരെ വഴിപഴപ്പിക്കാൻ ഇനി മറ്റെന്തെങ്കിലും വേണോ? മാതാപിതാക്കൾ സ്നേഹം കൊടുക്കുന്നില്ലെങ്കിൽ, അവർ അന്യ സംസ്ഥാനങ്ങളിലോ വിദേശത്തോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നെന്നും വരാം. അതിനനുയോജ്യമായ കൂട്ടുകെട്ടുകൾ അവർ കണ്ടെത്തുകയും ചെയ്യും. ചിലർ അക്രമാസക്തരും ദേശദ്രോഹികളായ ഭീകരവാദികളുമായി തീരുന്നു. കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സ്നേഹിക്കുന്ന ഉത്തമ പൗരന്മാരാകേണ്ടവർ അവയെയൊക്കെയും വെറുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യുന്ന അധമ പൗരന്മാരായി തീരുന്നു. മാനസിക സംഘർഷം വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം ഇന്നത്തെ ലക്ഷ്യബോധമില്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ധാർമ്മിക മൂല്യങ്ങളും സംസ്കാരവും വിദ്യാർത്ഥികളിൽ ഉറപ്പിക്കുന്ന വിദ്യാഭ്യാസമായിരുന്നു കുറെ നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നത്. എല്ലാവരും ഉത്തമ പൗരന്മാരാകണം എന്നതായിരുന്നു വിവക്ഷം. എന്നാൽ ഇന്നത്തെ കുട്ടികളെ കുറിച്ച് മാതാപിതാക്കന്മാർക്ക് മാത്രം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുണ്ട്. അവർ ധാരാളം പണം സമ്പാദിക്കാൻ കഴിയുന്ന മേഖലകളിൽ എത്തണം. അതിന് വെറും ശമ്പളം മാത്രം പോരാ, വൻതോതിൽ കിമ്പളവും വേണം. അതിനനുയോജ്യമായ ജോലി ഏതെന്നതാണ് അവരെ അലട്ടുന്ന പ്രശ്നം. ഇതിനിടയിൽ പാവം വിദ്യാർത്ഥികൾ മാത്രം അമിതമായ പഠനഭാരവും പേറി കർത്തവ്യത മൂഢരായി ഉളറുകയാണ്. മാനസിക സംഘർഷം എങ്ങനെയുണ്ടാകാതിരിക്കും? ഇതിനെല്ലാം പരിഹാരമായി പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥ തിരികെ കൊണ്ടുവരിക എന്നത് പ്രായോഗികമല്ല. എന്നാൽ അച്ഛനമ്മമാരോടൊപ്പം കഴിയുന്ന കുട്ടികളെയെങ്കിലും അവരുടെ ഏകാന്തതയിൽ നിന്ന് മോചിപ്പിക്കാവുന്നതാണ്. ഉപഭോക്തൃ വസ്തുക്കളിലല്ല യഥാർത്ഥ സുഖവും ശാന്തിയും ഇരിക്കുന്നതെന്ന് ബോധിപ്പിക്കുന്ന ഉത്തമ ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ നാട്ടിൽ നിലവിൽ വരട്ടെ എന്നും, അങ്ങനെ ഇന്നത്തെ യുവതലമുറയെ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നേക്കുമായി അവസാനിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.